അസ്സലാമു നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ബ്രെഡ് വെച്ചിട്ടുള്ള ഒരു പുതുമയുള്ളൊരു സ്വീറ്റാണ്. കുറഞ്ഞ ചേരുവകൾ കൊണ്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റാണിത്. അകത്ത് ചെറിയ ഫില്ലിംഗ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോകാം. ഈ ഒരു സ്വീറ്റിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 9 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഈ ബ്രെഡിൻ്റെ ഈ മൊരിഞ്ഞിട്ടുള്ള 4 വശം നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റണം. അപ്പോൾ ബ്രെഡിൻ്റെ സൈഡെല്ലാം ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്ത ഈ ബ്രെഡ് ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് പൊടിച്ചിട്ടെടുക്കണം. പൊടിയാനുള്ള എളുപ്പത്തിന് ഇതുപോലെ ചെറിയതായിട്ട് നമുക്കൊന്ന് കീറിയിട്ട് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് തന്നെ ഞാനിതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. ഇതുപോലെ നന്നായിട്ട് തന്നെ ഞാൻ ബ്രെഡ് ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള ബ്രെഡും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചിട്ടെടുക്കാം കേട്ടോ. ബ്രെഡെല്ലാം തന്നെ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര വേണം. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 8 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ഒരു മധുരത്തിനനുസരിച്ച് കൂട്ടിയോ കുറച്ചോ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ പഞ്ചസാരയും കൂടെ ഞാൻ ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. പഞ്ചസാര നന്നായിട്ട് തന്നെ ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഈ ബ്രെഡ് പൊടിച്ചതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യുടെ ഒരു ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ നെയ്യ് ഒഴിവാക്കാവുന്നതാണ്. അതുപോലെ 1 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഈ കണ്ടൻസ്ഡ് മിൽക്ക് ഓപ്ഷണലാണ് കേട്ടോ. നിങ്ങളുടെ ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അതുപോലെ 1 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇത് ഞാൻ പഞ്ചസാരയായിട്ട് മിക്സ് ചെയ്ത് പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്. ഏലക്ക മാത്രമായിട്ട് പൊടിച്ചതാണെങ്കിൽ ഒരു 1/4 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. ഒരു നുള്ളു ഉപ്പും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് കുറച്ച് പാൽ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചിട്ടെടുക്കണം. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ പാൽ മാത്രമാണ് ഇവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. കുഴച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരുപാട് മാവങ്ങ് ലൂസായിട്ട് പോകാൻ പാടില്ല. കൈ വെച്ചിട്ട് നമുക്കിതൊന്ന് ഉരുട്ടിയിട്ടെടുക്കേണ്ടതാണ്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ പാൽ ചേർത്തിട്ട് ഇതൊന്ന് കുഴച്ചിട്ടെടുക്കുക. അപ്പോൾ നന്നായിട്ട് തന്നെ ഞാനിതിവിടെ നിന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ കുറച്ച് മാവെടുത്തിട്ട് നമുക്ക് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാൻ പറ്റണം. അഥവാ നിങ്ങളിത് പാൽ ചേർത്ത് മിക്സ് ചെയ്യുമ്പോൾ മാവ് കുറച്ച് ലൂസായി പോയി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ബ്രെഡ് പൊടിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് കൈ കൊണ്ട് ഉരുട്ടാൻ പറ്റുന്ന ഒരു പാകത്തിൽ നിന്ന് കുഴച്ചിട്ടെടുത്താൽ മതി. അപ്പോൾ അങ്ങനെ വന്ന് നമ്മൾ ബ്രെഡ് എക്സ്ട്രാ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ മധുരവും നമ്മൾ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കണം. നമ്മൾ ബ്രെഡിൻ്റെ ഒരു സൈഡ് കട്ട് ചെയ്തെടുത്തതാണിത്. ഇതും കൂടെ ഞാൻ ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇത് ഞാനിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഞാനിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. ഈ ഒരു സ്വീറ്റിൻ്റെ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ കടല എടുത്തിട്ടുണ്ട്. ഇത് പച്ച കടലയാണ് കേട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത്. വറുത്ത കടലയാണെങ്കിൽ നമ്മളതിൻ്റെ തൊലി കളഞ്ഞിട്ടെടുക്കുക. ഒരു 3 ടേബിൾ സ്പൂൺ കടല നമുക്ക് ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടാതെ ഒരു 3 ടേബിൾ സ്പൂൺ പിസ്തായും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ പിസ്തയ്ക്ക് പകരം നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേറെ ഏത് നട്ട്സ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. നിലക്കടല മാത്രമായിട്ട് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ഞാൻ ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ശേഷം നന്നായിട്ട് നമുക്കിതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇത് ഞാനിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന ഈ ബ്രെഡിൻ്റെ മാവിൽ നിന്ന് കുറച്ച് മാവ് എടുത്തിട്ട് കൈ കൊണ്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടി കൊടുക്കുക. ഉരുട്ടിയെടുക്കുന്ന സമയത്ത് ചെറിയ ചെറിയ വിള്ളലുകൾ ഒട്ടും വരാതെ നന്നായിട്ട് തന്നെ നമ്മളൊന്ന് ഉരുട്ടിയിട്ടെടുക്കണം. മാവ് നമ്മൾ ഈ ഒരു കറക്റ്റ് പരുവത്തിനൊന്ന് കുഴച്ചിട്ടെടുത്താൽ മതി. നന്നായിട്ട് തന്നെ നമുക്കൊന്ന് ഉരുട്ടിയെടുക്കാൻ പറ്റും. ഇതുപോലെ നമ്മൾ ഉരുട്ടിയെടുത്തതിന് ശേഷം കൈ വെച്ചിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു സ്പൂൺ വെച്ചിട്ടോ നമുക്ക് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ഈ പൊടിച്ച് വെച്ചിരിക്കുന്ന ഈ ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഒരുപാട് നമ്മളിതിലേക്ക് നിറക്കണ്ട. നമുക്കിത് ഉരുട്ടിയെടുക്കാൻ പിന്നെ ബുദ്ധിമുട്ടാവും. ഇതുപോലെ ഫില്ലിങ് വെച്ചൊന്ന് കൊടുത്തതിന് ശേഷം നമുക്കിത് പതിയെ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അതിനുശേഷം കൈ കൊണ്ട് ഇതുപോലെ പതിയെ ഒന്ന് ഉരുട്ടി കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ വീണ്ടും നന്നായിട്ടൊന്ന് ഉരുട്ടിയതിന് ശേഷം ഇത് നമുക്ക് ഈ ബ്രെഡ് പൊടിച്ചതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ എല്ലാ സൈഡും നന്നായിട്ട് നമുക്കൊന്ന് ബ്രെഡ് പൊടിയാക്കി കൊടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള മാവും കൊണ്ടൊന്ന് ഉരുട്ടിയിട്ട് ഈ ഫില്ലിങ് വെച്ച് കൊടുക്കാം. അതിനുശേഷം ഈ ബ്രെഡ് പൊടിയാക്കി കൊടുക്കാം.
അപ്പോൾ ഇതെല്ലാം ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കേണ്ടതാണ്. അതുകൊണ്ട് ബ്രെഡ് ആയതുകൊണ്ട് ഒരുപാട് ഓയിൽ കുടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതൊരു 20 മിനിറ്റ് നേരത്തേക്ക് ഇതൊന്ന് ഫ്രീസറിലേക്ക് എടുത്ത് വെക്കുകയാണ് കേട്ടോ. ബ്രെഡ് വെച്ചിട്ട് ഇതുപോലെ എണ്ണയിൽ പൊരിച്ചെടുക്കുന്ന റെസിപ്പികൾ ചെയ്യുമ്പം ഒരു 20 മിനിറ്റൊക്കെ നമ്മൾ ഫ്രീസറിൽ വെച്ചിട്ട് ഇത് പൊരിച്ചിട്ടെടുക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ അതിൽ എണ്ണ കുടിക്കത്തില്ല. അപ്പോൾ ഇതൊരു 20 മിനിറ്റ് നേരത്തേക്ക് നമുക്കൊന്ന് ഫ്രീസറിലേക്ക് എടുത്ത് വെക്കാം. അപ്പോൾ ഇതൊരു 20 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിത് കുറച്ചും കൂടെ ഒന്ന് കട്ടിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഒരു അരമണിക്കൂറിൽ കൂടുതൽ നമ്മളിത് ഫ്രീസറിൽ വെക്കാനും പാടില്ല. ഇതങ്ങ് ഒരുപാട് ഉറച്ചു പോകും. അഥവാ നിങ്ങളിത് അരമണിക്കൂറിൽ കൂടുതൽ വെക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിൽ താഴെ എടുത്ത് വെച്ചാൽ മതി. ഓയിൽ ചൂടായിട്ട് കിടക്കുകയാണ്. നമുക്കിത് ഓരോന്നും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ബ്രെഡ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്കിതങ്ങ് ഫ്രൈ ആയിട്ട് കിട്ടും. ഒരുപാട് തീ കൂട്ടി വെച്ച് കൊടുക്കരുത്. മീഡിയം ഫ്ലെയിമിൽ നിന്ന് തീ ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കുക. ഒരു സൈഡ് മൂത്ത് വരുമ്പോഴത്തേക്ക് ഈ ഒരു സൈഡും കൂടെ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് നമുക്കിതങ്ങ് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിവിടെ നന്നായിട്ട് തന്നെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതങ്ങ് എടുത്ത് മാറ്റിയേക്കാം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇതെല്ലാം തന്നെ ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ബ്രെഡ് വെച്ചിട്ടുള്ള നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു സ്വീറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ചേരുവകളൊന്നും ഇല്ലാതെ തന്നെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റാണ്. അപ്പോൾ ഞാനിത് നിങ്ങളൊന്ന് മുറിച്ച് കാണിച്ചു തരാം. നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ ഈ ഒരു സ്വീറ്റ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ അറിയിക്കുക. പിന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടാതെ പുതിയതായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിൽ ആ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ റെസിപ്പികളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്ക് നല്ലൊരു വിഭവമായിട്ട് കാണാം.